ശരിക്ക് നമ്മളൊരു ദിവസത്തിൻ്റെ പകുതിയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്ഥലമാണ് നമ്മുടെ സ്വന്തം ഗൃഹം, അഥവാ നമ്മുടെ സ്വന്തമായിട്ടുള്ള കിടപ്പ്. ഒരു ജ്യോതിഷ രീതിയിൽ നമ്മളൊരു ചതുരത്തിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ വടക്ക് കിഴക്ക് കോണിൽ മീനം രാശി മുതൽ മീനം മേടം ഇടവം തുടങ്ങി വരുന്ന ഒരു തെക്ക് പടിഞ്ഞാറ് മൂലയിൽ എത്തുമ്പോൾ വരുന്ന ഒരു രാശിയാണ് കന്നിരാശി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ആ രാശിയുടെ പേര്, തെക്ക് പടിഞ്ഞാറേ കോണിൽ വരുന്ന 4-1 ഒരു രാശിയുടെ പേര് കന്നിരാശി ആയതുകൊണ്ടാണ് ആ മൂലയ്ക്ക് കന്നിമൂല എന്നുള്ളൊരു പേര് കാലാന്തരത്തിൽ വന്ന് ഭവിച്ചത്. പദം എന്ന് പറഞ്ഞാൽ 9 പദങ്ങളായിട്ട് തിരിക്കുമ്പോൾ ആ ഒട്ടാകുള്ള നീളത്തിനെ 9 ഡിവൈഡ് ചെയ്താൽ വരുന്ന ഒരു 1/9, 9-1 എന്ന് പറയുന്നതാണ് ശരിക്ക് ഒരു പദം, നിരൃതി കോൺ അല്ലെങ്കിൽ നിരൃതി പദം എന്ന് പറയുന്നു. അപ്പൊ അതും വളരെ ചെറിയ അളവേ അവിടെ വരുന്നുള്ളൂ. ആ സ്ഥലം മുഴുവൻ ആ ഒരു കോണായിട്ട് അല്ലെങ്കിൽ മൂലയായിട്ട് ഗണിക്കപ്പെടുന്നില്ല. നമസ്കാരം. നമസ്കാരം. ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് വാസ്തുവുമായി ബന്ധപ്പെട്ടിട്ട് കന്നിമൂലയും നിര്യതി കോണും. ഇവിടെ വാസ്തു ബന്ധപ്പെടുത്തി നമ്മൾ നിർമ്മിതികളുമായി ബന്ധപ്പെടുത്തി ആലോചിക്കുമ്പോൾ കന്നിമൂലയിൽ ഏതൊക്കെ തരത്തിലുള്ള നിർമ്മിതികളാവാൻ പാടില്ല, ഈ നിര്യതി കോണിൽ എന്താണ് സംഭവിക്കുക, അഥവാ നിര്യതി കോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, കന്നിമൂല എന്ന് വിവക്ഷിക്കപ്പെടുന്ന ആ കോണ് പ്രത്യേകമായ ഒരു സ്ഥലം എവിടെയാണ് എന്നുള്ളതൊക്കെ പലർക്കും ഒരു വലിയ സംശയം തന്നെയാണ്. സാധാരണഗതിയിൽ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കന്നിമൂലയിൽ അവിടെ ഗണപതി ഭഗവാൻ ഉണ്ടാവും. അപ്പോൾ ഗണപതി ഭഗവാനെ നമ്മൾ ഇരുത്തി ആരാധിക്കുന്ന സ്ഥലമാണ് കന്നിമൂല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഓരോ സ്ഥലത്തും മൂല ദിക്കൊക്കെ തിരിച്ചു വരുമ്പോൾ നമ്മൾ അധിവസിക്കുന്ന ഭൂമിയിലും കന്നിമൂല വരുന്നുണ്ട്. തീർച്ചയായും അവിടെ എന്തൊക്കെ നിർമ്മിതികൾ പാടില്ല, എന്താണ് കന്നിമൂല, എന്താണ് നിര്യതി കോൺ, ഇതൊക്കെ ഒന്ന് ഈ നമ്മുടെ വിശ്വാസത്തിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന്. ആയിക്കോട്ടെ. നമസ്കാരം. വിശ്വാസത്തിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അദ്ദേഹം ഇന്ന് ചോദിച്ച പോലെ കന്നിമൂല അഥവാ നിരൃതി കോണ് എന്നുള്ളൊരു വിഷയം വളരെ എല്ലാവരിലും ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ പേടിയും ആശങ്കയും സംശയങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പദമാണ് ഒരു കണക്കിന്. എന്നാൽ ചിലർക്ക് ഇത് തെക്ക് പടിഞ്ഞാറേ കോണാണ് എന്നുള്ളത് കൂടി അറിയാത്തവരുമുണ്ട്. ഈ പേര് പലരും കേട്ടിട്ട് അവർക്കൊരു ധാരണയുണ്ട്. ശരിക്ക് തെക്ക് പടിഞ്ഞാറേ കോണ്, ആ കോണിൽ വരുന്ന ഒരു 4-1 ഭാഗത്തിനെയാണ് ഇപ്പോൾ കന്നിരാശി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 12 രാശികളുണ്ട്, നമുക്കറിയാം. ഒരു ജ്യോതിഷ രീതിയിൽ നമ്മളൊരു ചതുരത്തിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ വടക്ക് കിഴക്ക് കോണിൽ മീനം രാശി മുതൽ മീനം മേടം ഇടവം തുടങ്ങി വരുന്ന ഒരു തെക്ക് പടിഞ്ഞാറ് മൂലയിൽ എത്തുമ്പോൾ വരുന്ന ഒരു രാശിയാണ് കന്നിരാശി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ആ രാശിയുടെ പേര്, തെക്ക് പടിഞ്ഞാറേ കോണിൽ വരുന്ന 4-1 ഒരു രാശിയുടെ പേര് കന്നിരാശി ആയതുകൊണ്ടാണ് ആ മൂലയ്ക്ക് കന്നിമൂല എന്നുള്ളൊരു പേര് കാലാന്തരത്തിൽ വന്ന് ഭവിച്ചത്. ഒരു കണക്കിന് കന്നിമൂലയിൽ ശാസ്ത്രത്തിൽ പറയുന്നത്, അങ്ങനെ നമ്മളൊരു കന്നിമൂല എന്ന് വിചാരിച്ച് ആശങ്കപ്പെടേണ്ടതില്ല, സംശയിക്കേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. കാരണം കന്നിമൂല എന്ന് പറയുന്നത് ഒരു ഗൃഹത്തിൻ്റെ ഒരു കോർണറിൽ വരുന്നൊരു മുറി എന്നതിൽ കവിഞ്ഞ് അതിൽ നമുക്ക് വലിയ പ്രാധാന്യങ്ങളുണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം ശാസ്ത്രത്തിൽ തന്നെ പറയുന്നു, ഒരു ഗൃഹത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളീയ പാരമ്പര്യ ഗൃഹനിർമ്മാണ ശൈലി എന്ന് പറയുന്ന 4 കെട്ട് അഥവാ ചതുശാല ഗൃഹനിർമ്മാണ സമ്പ്രദായത്തിൽ അവിടെ ഒന്നുകിൽ ഗൃഹം പടിഞ്ഞാറ്റി പ്രാധാന്യമാവണം, അല്ലെങ്കിൽ ഗൃഹം തെക്കിനി പ്രാധാന്യമാവണം എന്നാണ് പറയുന്നത്. അതിനും ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായിട്ട് ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പ്രമാണങ്ങളുണ്ട്. ഏകസ്യാതതി ദക്ഷിണം ഗൃഹമുഭേ ചേത്തച്ച പാശ്ചാത്യകം. അപ്പോൾ ഒരു ഗൃഹമേ പണിയുന്നുള്ളൂ എങ്കിൽ ദക്ഷിണഗൃഹം പണിയണം, തെക്കിനി ഗൃഹം പണിയണം, ആവശ്യമെങ്കിൽ പാശ്ചാത്യ ഗൃഹം പടിഞ്ഞാറ്റിനി ഗൃഹം ചെയ്യാം എന്ന സൂചനയുണ്ട്. അപ്പോൾ ഇവിടെ തെക്കിനി എന്ന് പറയുന്ന ഗൃഹമായാലും പടിഞ്ഞാറ്റിനി എന്ന് പറയുന്ന ഗൃഹമായാലും ഈ 2 ഗൃഹങ്ങളിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു കോണാണ് അഥവാ ഒരു മൂലയാണ് തെക്ക് പടിഞ്ഞാറ്.
അതിലൊരു സംശയം കൂടി ചോദിച്ചോളൂ. പറയൂ. ഈ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ആ കന്നിരാശി എന്ന് പറയുന്ന അവിടെയാണ് കന്നിമൂല എന്ന് വീക്ഷിക്കപ്പെടുന്നത്. അതെ. അപ്പൊ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് മുഴുവൻ അങ്ങനെ കന്നിരാശി എന്നുള്ളൊരു കൺസെപ്റ്റ് അങ്ങനെ ഇല്ല, വരുന്നില്ല. അതാണ് എൻ്റെ അത് വളരെ കൃത്യമാണ് ചോദ്യം. കാരണം തെക്ക് പടിഞ്ഞാറേ ആ റീജിയൻ മുഴുവൻ, ആ ഒരു സ്ഥലം മുഴുവൻ നമുക്ക് കന്നിമൂല. കന്നിമൂലയല്ല. അതെ, വളരെ കൃത്യമാണ്. അതിൽ കന്നിരാശി സ്ഥിതി ചെയ്യുന്ന സ്ഥലം തന്നെയാണ് കന്നിമൂല. കറക്റ്റ്. അപ്പൊ എന്തുണ്ട്, താങ്കളിപ്പോ ചോദിച്ചത് വളരെ പ്രസക്തമാണ്. ഒട്ടാകള്ള ഗൃഹത്തിന്റെ ഓരോ ഗൃഹത്തിനും അത് ഓരോ അളവാണ്. അതെ. കാരണം ഒട്ടാകള്ള ഗൃഹത്തിന്റെ നീളത്തെ 4 ഭാഗിച്ചാൽ വരുന്ന ഒരു ഭാഗമാണ് കന്നിരാശി, അല്ലേ? എന്നാൽ ഇനി നിരൃതി കോണ എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ നിരൃതി പദം എന്ന് പറഞ്ഞാൽ 9 പദങ്ങളായിട്ട് തിരിക്കുമ്പോൾ ആ ഒട്ടാകള്ള നീളത്തിനെ 9 ഡിവൈഡ് ചെയ്താൽ വരുന്ന ഒരു 1/9, 9/1 എന്ന് പറയുന്നതാണ് ശരിക്ക് ഒരു പദം, നിരൃതി കോൺ അല്ലെങ്കിൽ നിരൃതി പദം എന്ന് പറയുന്നത്. അപ്പൊ അതും വളരെ ചെറിയ അളവേ അവിടെ വരുന്നുള്ളൂ. ആ സ്ഥലം മുഴുവൻ ആ ഒരു കോണായിട്ട് അല്ലെങ്കിൽ മൂലയായിട്ട് ഗണിക്കപ്പെടുന്നില്ല. അപ്പൊ അവിടെ ശാസ്ത്രത്തിൽ സൂചിപ്പിക്കുന്നത് പടിഞ്ഞാറ്റി ആയാലും ആ പടിഞ്ഞാറ്റിനിയുടെ കോൺ ഗൃഹങ്ങളിൽ ശയന വിദ്യാഭ്യാസനാദ്യം ചരേത്. ശാസ്ത്രത്തിൽ തന്നെ നിയമത്തിൽ പറയുന്നു, ശേഷാർത്ഥേതു തയോർദ്വയോഹോ ശയന വിദ്യാഭ്യാസനാദ്യം ചരേത്. അപ്പോൾ ഒരു പടിഞ്ഞാറ്റി എന്ന് പറയുന്ന ഒരു ഗൃഹത്തിനെ നീളത്തിൽ സങ്കല്പിച്ചാൽ ആ പടിഞ്ഞാറ്റിനിയുടെ മധ്യത്തിൽ വരുന്ന മുറി ശാസ്ത്രത്തിൽ പറയുന്ന തത്വത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു അറയായോ നിരയായോ പത്തായമായോ നിലവറയായോ ഒക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 2 കോണുകളിൽ വരുന്ന മുറികൾ ശയന വിദ്യാഭ്യാസനാദ്യം ചരേത്, ശയന വിദ്യാഭ്യാസനങ്ങൾക്കായിട്ട് ഉപയോഗിക്കണം. ഞാനത് ഒന്നുകൂടി എൻ്റെ ഒരു സംശയം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എൻ്റെയും സംശയം തീർക്കുന്നതിന് വേണ്ടി ചോദിക്കാം. ഇപ്പോൾ ഈ കന്നിമൂല എന്ന് പറയുന്ന ഒരു മൂലയിൽ വരുന്ന ഒരു മുറി, അതെ, ആ ഒരു മുറി സാമാന്യേന നമുക്ക് ഏത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും? അതെ. അപ്പോൾ തിരുമേനി പറഞ്ഞ രീതിയിലാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത്, ഒന്നുകിൽ അത് ശയനഗ്രഹമായിട്ട് ഉപയോഗിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ അതിന് പഠനമുറിയായിട്ട് ഉപയോഗിക്കാം. ഇത് രണ്ടായാലും അത് ഉത്തമം തന്നെയാണ്, സംശയമില്ല. അപ്പൊ താങ്കൾ ചോദിച്ച ചോദ്യവും വളരെ കൃത്യമാണ്. അതായത് വളരെ നമുക്ക് ഏറ്റവും ലളിതമായിട്ട് ശാസ്ത്രത്തിൽ പറഞ്ഞു തരുന്നു, ശയനത്തിനാവാം വിദ്യാഭ്യാസത്തിനാവാം എന്ന് പറഞ്ഞാൽ പഠനമുറിയായിട്ടും ആവാം, നമുക്ക് ശയനമുറിയായിട്ടും ആവാം ഉപയോഗിക്കാം. അപ്പോൾ അവിടെ ഈ പടിഞ്ഞാറ്റി പ്രാധാന്യമായിട്ട് ചെയ്യുമ്പോൾ അതിന് ആ പ്രാധാന്യം എന്ന് പറയുന്നതിൻ്റെ ഒരു വിഷയം ആ ഭാഗമാണ് 2ാം നിലയിലേക്ക് ഉയർത്തിപ്പണിയുക. അതിനാണ് പടിഞ്ഞാറ്റി പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പൊ ആ ഭാഗമാണ് മാളികയായിട്ട് പണിയുക എന്ന് പണ്ടത്തെ സിസ്റ്റത്തിൽ പറയും. മാളികയായിട്ട് പണിയുക എന്ന് പറഞ്ഞാൽ അതാണ് 2ാം നിലയിലേക്ക് ഉയർത്തിപ്പണിയുക. അത് ഈ പടിഞ്ഞാറ്റി ഗൃഹ പദ്ധതി അനുസരിച്ചിട്ട് ഈ തെക്ക് പടിഞ്ഞാറേ മൂലയും ഉണ്ടാവും, വടക്ക് പടിഞ്ഞാറേ മൂലയും നടുഭാഗവും. അപ്പൊ അങ്ങനെ 3 റൂം വരുന്നു. ഈ നടുഭാഗത്ത് എന്ത് ചെയ്യണു, ചെറിയൊരു കോണി ഉണ്ടാക്കണു. ആ കോണി കയറി മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ 2 കോണുകളിൽ താഴത്തെടുത്ത അതേ മുറി തന്നെ മുകളിലേക്കും കണ്ടിന്യൂസ് ആയിട്ട് പൊങ്ങി വരുന്നു, അതേ അളവിൽ തന്നെ. അപ്പൊ എന്തായി, അതാണ് തായി ഗൃഹം. നമ്മൾ തായി പെര, തൻപെര, പ്രധാനപുര എന്നൊക്കെ പറയുന്ന ഒരു സിസ്റ്റം. അതാണ് ആരൂഢ ഗൃഹം എന്ന് പറഞ്ഞ് നമ്മൾ 2ാം നിലയിലേക്ക് ഉയർത്തിപ്പണിയുന്നു. അപ്പൊ അങ്ങനെ ഉയർത്തിപ്പണിയുമ്പോഴും കന്നിമൂലയിലുള്ള മുറി വേണം ആദ്യത്തെ കിടപ്പുമുറിയായിട്ട് 2ാം നിലയിലും വരാൻ എന്നുള്ളതാണ് അവിടെ അതിന്റെ പ്രാധാന്യം എടുത്തു പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ കന്നിമൂലയിൽ ഇങ്ങനെയൊരു താഴെ ശയനമുറിയാണ് അല്ലെങ്കിൽ പഠനമുറിയാണെങ്കിൽ മുകളിൽ കന്നിമൂലയിൽ അടുക്കള കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഉത്തമല്ല. അതെ, കാരണം അവിടെ പഠനത്തിനോ ഇതിനോ ഉള്ള മുറി വേണം എന്നാണ് പറയുന്നത്. പിന്നെ 2ാം നിലയിലേക്കൊക്കെ എടുക്കുമ്പോൾ മുഴുവൻ ഗൃഹത്തിന്റെ ഭാഗങ്ങൾ എല്ലാവരും എടുക്കില്ല. അപ്പൊ അവിടെ ഗൃഹത്തിന്റെ ആവശ്യമുള്ള ഭാഗമല്ലേ ഉയർത്തുള്ളൂ, അല്ലേ? അപ്പൊ അതിനും ശാസ്ത്രം പറയുകയാണ്, ഒന്നുകിൽ പടിഞ്ഞാറ് വശത്തുള്ള മുറികൾ വേണം 2ാം നിലയിലേക്ക് ഉയർത്തിപ്പണിയാൻ, അല്ലെങ്കിൽ ഗൃഹത്തിന്റെ തെക്ക് വശത്ത് സൗത്ത് വിങ്, തെക്കിനി എന്ന് പറയുന്ന തെക്ക് ഭാഗത്തുള്ള മുറികൾ വേണം 2ാം നിലയിലേക്ക് ഉയർത്തിപ്പണിയാൻ. അതായത് നമുക്ക് സൗകര്യാർത്ഥം മുകളിലേക്ക് മുറി കൂട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം എടുക്കേണ്ടത് ഈ തെക്ക് പടിഞ്ഞാറ്, അതാണ് അവിടെ ആയിരിക്കണം. വളരെ ശരിയാണ് പറഞ്ഞത്. അപ്പൊ അതിനും ശാസ്ത്രത്തില് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ താങ്കൾ ചോദിച്ച പോലെ 2ാം നിലയിലേക്ക് ഒരു മുറി എടുക്കുകയാണെങ്കിൽ ആ സമയത്തും ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള വാസ്തു
അനുസരിച്ച് ഏത് ഭാഗത്ത് വേണം എങ്ങനെ വേണം എന്ന് അറിഞ്ഞ് ചെയ്യുന്നത് നമുക്ക് കൂടുതൽ ഗുണം ചെയ്യും. ഗുണം ചെയ്യും. അല്ല, തീർച്ചയായും നമ്മൾ വാസ്തു നോക്കുന്നത് ഇത് തന്നെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതെ. നമ്മൾ കൃത്യമായിട്ട് ശാന്തി ഉണ്ടായിരിക്കണം, അവിടെ സമാധാനം ഉണ്ടായിരിക്കണം. ഈ ഒരു മനുഷ്യൻ്റെ ജീവിതകാലം എന്ന് പറയുന്നത് വളരെ പരിമിതമായിട്ടുള്ളൊരു ജീവിതകാലം. അതെ. ആ ജീവിതത്തിൽ എന്താണ് ഓടി നടന്ന് മനുഷ്യൻ സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടപാടുകൾ ചെയ്യുന്നു. അതൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് നമ്മൾ ചെന്ന് വിശ്രമിക്കുന്ന സ്ഥലം. തീർച്ചയായിട്ടും അവിടെ ചെന്ന് വിശ്രമിക്കാനിരിക്കുന്ന സമയത്ത് അതിലേറെ വിശ്രമിക്കുക എന്നുള്ളതിലുപരി താങ്കൾ ചോദിച്ച വിഷയത്തിൽ ഞാൻ പറയുക, ശരിക്ക് നമ്മളൊരു ദിവസത്തിൻ്റെ പകുതിയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്ഥലമാണ് നമ്മുടെ സ്വന്തം ഗൃഹം, വാസസ്ഥലം. അഥവാ നമ്മുടെ സ്വന്തമായിട്ടുള്ള കിടപ്പ്. കിടപ്പ്. അല്ലേ? അതെ, തീർച്ചയായും. ഒരു ദിവസത്തിൻ്റെ പകുതിയിൽ കൂടുതൽ സമയം